തീപാറും മണ്ഡലങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് ഇന്ന് എന്ന് പരിശോധിക്കാം. 2 മണ്ഡലങ്ങളാണ്. ഒന്ന് ആലത്തൂരും മറ്റൊന്ന് നാഗ്പൂരുമാണ് പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ആലത്തൂർ മണ്ഡലത്തിലേക്ക് പോകാം. ഏറെ വാർത്താ പ്രാധാന്യം നേടി ഇപ്പോഴും വാർത്തകളിൽ സജീവമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്നുള്ളതാണ് സവിശേഷത. മറ്റൊന്ന്, ഇടതിന് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ മണ്ഡലം എന്ന് ചോദിച്ചാൽ ആലത്തൂർ എന്ന ഇടത് കേന്ദ്രങ്ങൾ നിശ്ചയമായും പറയുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ള മറ്റ് എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഇടതിന് വേരോട്ടമുള്ള വടക്കാഞ്ചേരി ഒഴിച്ച് 2 മണ്ഡലങ്ങളിലായി, പ്രത്യേകിച്ച് 2 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആലത്തൂർ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ഇത്തവണ രമ്യ ഹരിദാസിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് UDF കേന്ദ്രങ്ങൾ, കോൺഗ്രസ് കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. തുടർച്ചയായി 3-ാം തവണയും PK ബിജു തന്നെ ആലത്തൂരിൽ മത്സരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായ മറ്റ് സവിശേഷതകൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കർഷകർ, കാർഷിക പ്രവർത്തകർ, മറ്റ് അനുബന്ധ മേഖലകൾ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രദേശമാണ് ആലത്തൂർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, കൃഷി, അടിസ്ഥാന വികസന മേഖലകളടക്കം ജലം, ഡാമുകൾ, മറ്റ് അങ്ങനെ എല്ലാ സമഗ്രമായ മേഖലകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ തവണ 21,000-ത്തിലധികം വോട്ടുകൾ നോട്ടയ്ക്ക് അവിടെ ചെയ്യപ്പെട്ടത് എന്ന കാര്യം കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തവണ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം കൂടി നമുക്ക് പ്രധാനമായും നോക്കേണ്ടതുണ്ട്. ആദ്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികൾ, അതായത് LDF ഒപ്പം UDF, NDA എത്ര ശതമാനം വോട്ടാണ് നേടിയത്, ആകെ ചെയ്ത വോട്ടിൽ എത്ര വിഹിതമാണ് അവർക്ക് ലഭിച്ചത് എന്നതിൻ്റെ ഒരു സ്ഥിതിവിവര കണക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം. നോക്കൂ, 2014 ലോക്സഭാ ഫലമാണ് ഈ കാണുന്നത്. വോട്ടിംഗ് ശതമാനം 76.24%. അതായത് നല്ല നിലയിലേക്ക് പോളിംഗ് നടന്ന ഒരു പ്രദേശമാണ് ഇത്. 76.24% 2014 ലോക്സഭയിൽ. പാർട്ടി LDF 4,11,808 വോട്ടുകളാണ് പോൾ ചെയ്തതിൽ LDF നേടിയത്. അത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 44.34% എന്ന് നമുക്ക് മനസ്സിലാക്കാം. UDF നേടിയത് 3,74,496 വോട്ടുകളാണ് UDF നേടിയത്. അത് 40 ആകെ പോൾ ചെയ്തതിൻ്റെ 40.33% അവർ നേടിയത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. NDA നേടിയത് 87,803 വോട്ടുകളാണ്. 9.45% അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാനായത്. 2014 ലോക്സഭാ ഫലം LDF ആണ്. അതായത് 37,649 വോട്ടുകൾ നേടിയാണ് അന്ന് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന PK ബിജു MP ആയി പാർലമെന്റിലേക്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ആത്മവിശ്വാസം തന്നെ ഇത്തവണയും അവരെ നിലനിർത്തുന്നുണ്ട്, LDF കേന്ദ്രങ്ങളെ നിലനിർത്തുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. എന്തായാലും ഒറ്റപ്പാലം എന്ന മണ്ഡലം 1977 ഒറ്റപ്പാലം എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട ഈ മണ്ഡലം 2009 ഡീലിമിറ്റേഷനിൽ മണ്ഡലം പുനർനിർണയത്തിൽ മറ്റ് പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആലത്തൂർ എന്ന മണ്ഡലമാക്കി ഡീലിമിറ്റേഷന് ശേഷം രൂപം കൊണ്ടത്. അതിനുശേഷം പൊതുവെ ഒരു ഇടതുപക്ഷ ചായ്വ് നിലനിർത്തുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് 20 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും ഉറച്ച മണ്ഡലം എന്തെന്ന് LDFനോട് ചോദിച്ചാൽ ഉറപ്പായും ആലത്തൂർ എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു മണ്ഡലമാണ് ഇത്. ഇനി മണ്ഡലാടിസ്ഥാനത്തിൽ ഈ പാർലമെന്റിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ പ്രധാനമായും തൃശ്ശൂരിലെയും ഒപ്പം പാലക്കാടെയും വിവിധ മേഖലകളിലായി വരുന്ന 7ഓളം നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഇത് ഏതൊക്കെയാണ്, ഇവിടെ ആരെയൊക്കെയാണ് വിവിധ മുന്നണികൾ അതായത് തുണച്ചിട്ടുള്ളത് എന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം. എത്ര വോട്ട് ശതമാനമാണ് ഇവർക്ക് ലഭിച്ചത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. നോക്കൂ, 2016 നിയമസഭാ ഫലമാണ്. വോട്ടിംഗ് ശതമാനം 74.38%. അതായത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2016 നിയമസഭാ ഫലം ഇങ്ങനെയാണ്. നോക്കൂ, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ മണ്ഡലങ്ങൾ ഇത് പാലക്കാട് ഉൾപ്പെടുന്നതാണ്, പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്നതാണ്. തരൂരിൽ 4,947 വോട്ട് ആണ് LDFന് ലഭിച്ചത്. LDFന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഈ കാണുന്നത്. അത് 2016 23,068 ഉയർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ചിറ്റൂരിൽ 6,497 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അത് 2016 7,285 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നു LDFന്. നെന്മാറയിൽ 4,915 വോട്ടാണ് 2014 LDFന് ലഭിച്ചത്. 2016 അത് 7,408 വോട്ടാണ്. ഇനി ആലത്തൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ 10,521 വോട്ടാണ് LDFന് ലഭിച്ച ഭൂരിപക്ഷം. അത് 2016
30,060 ആ ഭൂരിപക്ഷം വർദ്ധിച്ചു, ഇരട്ടിയായി പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഇത് പാലക്കാട് മണ്ഡലത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇത് മാത്രമല്ല തൃശ്ശൂരിലും ഉൾപ്പെടുന്ന തൃശ്ശൂരിലെ മറ്റ് 4 പ്രദേശങ്ങൾ കൂടി വരുന്നുണ്ട്, 3 പ്രദേശങ്ങൾ കൂടി വരുന്നുണ്ട്. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, ഈ പ്രദേശങ്ങൾ കൂടി വരുന്നുണ്ട്. ഇവിടെ വടക്കാഞ്ചേരി ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും, അതായത് ഒരു ക്ലീൻ സ്വീപ്പ് LDF അവകാശപ്പെടാനാകുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ചേലക്കരയിലേക്ക് വന്നാൽ ചേലക്കരയിൽ 3958 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF ലഭിച്ചത്. 2016 അത് 10,200 വോട്ടിലേക്ക് വർദ്ധിച്ചു. കുന്നംകുളം മണ്ഡലത്തിലേക്ക് വന്നാൽ, കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ അതും LDF തന്നെയാണ്. അത് 3817 വോട്ടാണ് 2014 ലഭിച്ചത്. 2016 അത് 7782 വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വടക്കാഞ്ചേരിയിലേക്ക് വന്നാൽ 2663 വോട്ടാണ് ലഭിച്ചത്. അവിടെ മാത്രമാണ് UDF നേട്ടമുണ്ടാക്കാനായി സാധിച്ചത്. അതും 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, കേവലമായ 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനിൽ അക്കര അവിടെ ജയിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് വടക്കാഞ്ചേരിയിൽ അനിൽ അക്കര ജയിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതാണ് മണ്ഡലത്തിൻ്റെ പൊതുവായ ഒരു ചിത്രം. അതായത് ഇവിടെ ഉൾപ്പെടുന്ന നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഭൂരിപക്ഷവും അവകാശപ്പെടാനാവുന്നത് LDF എന്നത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇങ്ങോളം പരിശോധിച്ചാൽ അത് ചുവന്ന മണ്ണാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് LDF. അങ്ങനെയുള്ള വലിയ ആത്മവിശ്വാസമാണ് നിലവിൽ അവർക്ക് നൽകുന്നത്. അവിടെ നിന്ന് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് എന്ന് നമുക്ക് കാണാം. കാരണം പ്രത്യേകിച്ച് പ്രചരണം അതിൻ്റെ ഒരു 2ാം ഘട്ടം ഒക്കെ കഴിഞ്ഞു പോയൊരു സാഹചര്യം കൂടിയുണ്ട്. ഷബീർ PM ആലത്തൂർ മണ്ഡലത്തിലെ നിലവിലെ ഒരു രാഷ്ട്രീയ സ്പന്ദനം എന്താണ് എന്ന് മനസ്സിലാക്കി തരും. ഷബീർ, നിലവിൽ പ്രചാരണം എങ്ങനെയാണ്, ഏത് ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്? ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ വലിയ രീതിയിലേക്ക് പോയൊരു മണ്ഡലമാണ്. ഏറ്റവും ഒടുവിലായി A വിജയരാഘവൻ LDF കൺവീനർ, അദ്ദേഹം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തി. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു പ്രചരണം? പറമ്പിക്കുളം മുതൽ കുന്നംകുളം വരെ നീണ്ടുകിടക്കുന്ന ഒരു വിസ്തൃതമായ ഭൂപ്രദേശമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. തികച്ചും ഒരു കാർഷിക മണ്ഡലമാണിത്. LDF സംബന്ധിച്ച് അവർക്ക് മണ്ഡലത്തിലുള്ള കൃത്യമായ സംഘടനാ സംവിധാനം തന്നെയാണ് അവരുടെ കൈമുതൽ. ഓരോ ബൂത്ത് തലത്തിലും LDF പ്രത്യേകിച്ച് CPM പാർട്ടിയുടെ ശക്തി അത് ഇത്തവണയും കൈവിടില്ലെന്ന അല്ലെങ്കിൽ വിജയമുണ്ടാക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഇപ്പോഴുമുള്ളത്. ഒപ്പം തന്നെ ഒരു യുവ MP എന്ന നിലയിൽ PK ബിജുവിനുള്ള ഇവിടുത്തെ ഒരു പരിവേഷം, കഴിഞ്ഞ 10 വർഷക്കാലം MP എന്ന നിലയിൽ PK ബിജു ഇവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ വോട്ടായി മാറുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് LDF ഇപ്പോഴുമുള്ളത്. പക്ഷേ UDF സംബന്ധിച്ച് നമുക്കറിയാം, രമ്യ ഹരിദാസിൻ്റെ വരവോടുകൂടി UDF ക്യാമ്പ് തെല്ലെന്നുണർന്നിട്ടുണ്ട്. UDF എല്ലാ സംഘടനാ സംവിധാനവും എല്ലാ നേതാക്കളും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അത് UDF സ്ഥാനാർത്ഥി പര്യടനങ്ങളിലും പൊതുയോഗങ്ങളിലും ഒക്കെ ദൃശ്യമാണ്. വലിയ ഓളം സൃഷ്ടിക്കാൻ UDF ആവുന്നുണ്ട്. ആ ഓളം പക്ഷേ ബൂത്ത് തലത്തിലേക്ക് എത്തിക്കാൻ, ബൂത്ത് പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ UDF സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ UDF ഒരു വിജയസാധ്യത മണ്ഡലത്തിലുണ്ട്. പ്രചരണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ LDF UDF ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ദൃശ്യമാവുന്നത്. ഒപ്പം രമ്യ ഹരിദാസിൻ്റെ വ്യക്തിപ്രഭാവം, അതാണ് UDF പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ. ഷബീറാണ് അതിൻ്റെ സമഗ്രമായ ഒരു വിവരങ്ങൾ നൽകിയത്. ഇതാണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം. ആലത്തൂർ മണ്ഡലമാണ് തീവാറും പോരാട്ടത്തിൽ മണ്ഡലത്തിൽ നാം പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ വിവിധ മുന്നണികൾ, പ്രത്യേകിച്ച് LDF UDF NDA ക്യാമ്പുകൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അവർ വെച്ച് പുലർത്തുന്ന ആത്മവിശ്വാസം എന്താണ് എന്ന് പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട്. PK ബിജുവിനെ സംബന്ധിച്ചാണെങ്കിൽ പാർലമെന്റിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉന്നയിച്ച, ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയ, ഏറ്റവും അധികം MP ഫണ്ടുകൾ വിനിയോഗിച്ച MP എന്ന് LDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇപ്പോഴും അവതാളത്തിലാണ്, പാതിവഴിയിലാണ്, തുടങ്ങിയിടത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന UDF അതിന് മറുവാദം ഉന്നയിക്കുന്നുണ്ട്. BDJS സ്ഥാനാർത്ഥി കൂടിയാണ് ഇത്തവണ NDAക്ക് ഉള്ളത്, TV ബാബു. അദ്ദേഹത്തെ സംബന്ധിച്ചും വോട്ടിംഗ് ശതമാനം വലിയ തരത്തിൽ വർദ്ധിപ്പിക്കും എന്ന് NDA കേന്ദ്രങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. വിവിധ ക്യാമ്പുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം. ഷാഫി പറമ്പിൽ MLA, ഒപ്പം AC മൊയ്തീൻ മിനിസ്റ്റർ, അദ്ദേഹം അവരുടെ ക്യാമ്പുകളെക്കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ആലത്തൂർ ഉൾപ്പെടെയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഇത്തവണ ഒരു അനിവാര്യതയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് സാമ്പത്തികമായും സാമൂഹികമായും ബ്രിട്ടീഷുകാരൻ നമ്മളോട് ചെയ്ത പണിയാണ് എടുത്തുകൊണ്ടിരുന്നത്. വിജയരാഘവനെ പോലെ LDF ഒരു കൺവീനർ നേരിട്ടൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ഇത്ര മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ആലത്തൂരുടെ ജനഹൃദയങ്ങളിൽ നേടിയ ഇടത്തെ സംബന്ധിച്ച് അവർക്ക് പോലും ആശങ്കകളുണ്ടെന്നാണ് തെളിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയാവുന്നത്, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ആലത്തൂരിൻ്റെ മണ്ണിൽ രമ്യ ഹരിദാസ് എന്നൊരു MP
ഉണ്ടാവണമെന്ന ആലത്തൂരിലെ ജനങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്ലസ്സാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തരല്ലാത്ത വലിയ വിഭാഗം ജനങ്ങൾ ആലത്തൂരിലും കേരളത്തിലുടനീളമുണ്ട്. 10 വർഷമായിട്ട് എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും ആലത്തൂരിൻ്റെ മണ്ണിൽ ഉണ്ടാവുന്നില്ല. MP ഫണ്ടിൻ്റെ വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു. ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുള്ള കോട്ടകളിലൊന്നാണ്. കൃഷിക്കാരും കർഷക തൊഴിലാളികളും സാധാരണ ജനവിഭാഗങ്ങളും അടങ്ങുന്ന ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും സജീവമായ ഇടപെടലുകളുടെ ഭാഗമായി നല്ല ബഹുജന ബന്ധം ഉണ്ടാക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാധീനം നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷക്കാലം MP ആയിരുന്ന ഡോക്ടർ PK ബിജു MP എന്നുള്ള സ്ഥാനത്തിനോട് നീതി പുലർത്തി നല്ല പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പാർലമെൻറ്റിൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ, ഹാജറിൻ്റെ കാര്യത്തിൽ, ചർച്ചകൾ പങ്കെടുക്കുന്ന കാര്യത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുവായ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യത്തിലെല്ലാം ഉറച്ച നിലപാടുകളും ധാരണകളോടും കൂടി പാർലമെൻറ്റിനകത്ത് പ്രവർത്തിച്ചവരാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, കഴിഞ്ഞ 1000 ദിവസക്കാലം കൊണ്ട് ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അസംബ്ലിക്കകത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കുമെങ്കിലും ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇതിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സാമൂഹ്യ വീക്ഷണമുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണനയം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തെ കൂടി പ്രയോജനപ്പെടുത്തി ആലത്തൂർ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ വലിയ തോതിലുള്ള ഇടപെടലുകളാണ്. ഇങ്ങനെ 3 ക്യാമ്പുകളും അവർ വലിയ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ വെക്കുന്നത്. രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസിലൂടെ വലിയ സംഘടന തരത്തിൽ പ്രവർത്തിച്ചു വന്ന നേതാവ് എന്ന നിലയിൽ കൂടിയാണ് അവർ പരിഗണിക്കുന്നത്. അങ്ങനെ വലിയ പ്രതീക്ഷ ആ കുട്ടിയിൽ വെക്കുന്നുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ യൂത്ത് ബ്രിഗേഡിലൂടെ വന്നു എന്ന വലിയ ടാലൻറ്റ് ഹണ്ടിലൂടെ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു നേതാവ് എന്ന നിലയിൽ കൂടി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങൾ വെക്കുമ്പോൾ PK ബിജുവിനെയും 3-ാം വട്ടം കളത്തിലിറക്കിയിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസമാണ് LDF കേന്ദ്രങ്ങളും ഇക്കാര്യത്തിൽ വെക്കുന്നത്. SFI സംഘടനാ തലത്തിലൂടെ പ്രവർത്തിച്ച് ദേശീയ പ്രസിഡന്റ് പദവിയിലേക്ക് വരെ വന്ന നേതാവ് എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ, മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച, പാർലമെന്റിൽ ഇടപെടലുകൾ നടത്തിയ MP എന്ന നിലയിൽ കൂടെയാണ് അവർ ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നത്. TV ബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹം LDF സഹയാത്രികനായിരുന്നു, CPI നേതാവായിരുന്നു ആദ്യം എന്നതും ശ്രദ്ധേയമാണ്. അന്തിക്കാട് പഞ്ചായത്ത് LDF ഭരിക്കുന്ന ചേഴൂർ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. അതിനുശേഷമാണ് BDJSൻ്റെ സീറ്റാണ്, BDJS സ്ഥാനാർത്ഥിയായി ഇത്തവണയും അദ്ദേഹം നിൽക്കുന്നത്. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു പൊതുചിത്രം. ഇക്കാര്യത്തിൽ എന്താണ് ഈ മണ്ഡലത്തിൽ മറ്റു സാഹചര്യങ്ങൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മാധ്യമം ലേഖകൻ കൂടിയായ പളനിമല അദ്ദേഹം അതിൻ്റെ ഒരു സമഗ്രമായ വിലയിരുത്തൽ നൽകും ഈ ഘട്ടത്തിൽ. ആലത്തൂർ മണ്ഡലം ഈ 2009 വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പും ഇപ്പോഴും CPMന് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതിന് വലിയൊരു മാറ്റമൊന്നും ഇതുവരെ വന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല, പറയാനും കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടുകൂടെ മണ്ഡലത്തിൽ മൊത്തം ഒരു ഇളക്കം കാണുന്നുണ്ട്. അത് എനിക്ക് ഓർമ്മ വരുന്നത് 91 ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു. അന്ന് AV ഗോപിനാഥായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും ഇതുമാതിരി ഒരു വെളിയിൽ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു, കോൺഗ്രസ് ജയിക്കും എന്ന്. ആ പ്രചരണകാലം തന്നെ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ രമ്യയുടെ കാണുന്നത്. പിന്നെ രമ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണതായിട്ടും അറിയുന്നുണ്ട്. കാരണം ബിജു ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത്. അതിൽ ബിജുവിൻ്റെ അഭാവം ഇവിടെ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിലല്ലാത്തവർ ബിജു ഇവിടെ വരുന്നില്ല, ഇവിടെ കാര്യങ്ങൾക്കൊന്നും കാണാനില്ല, ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമേ കാണുമെന്നുള്ളൂ എന്നുള്ളത് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ളവർ, രാഷ്ട്രീയത്തിലുള്ളവരല്ല, അവരുടേതായിട്ടുള്ള ന്യായഗതികളോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളോ അനുകൂലമോ ഒക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവായിട്ടുള്ളവർക്ക് ആ അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം. ഇനി എന്താണ് അവിടെ പ്രചരണ രംഗത്ത് മറ്റ് മേഖലകളിൽ നടക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഷബീർ PM ആലത്തൂരിൽ നിന്ന് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകും. ഷബീർ, നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? പ്രചാരണ രംഗത്ത് ആരാണ് മുന്നിൽ? ആർക്കാണ് ഒരു മേൽക്കൈ അവകാശപ്പെടാൻ സാധിക്കുന്നത്? ഒരുപക്ഷേ ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെക്കുന്നുണ്ട് എങ്കിൽ ഇത്തവണ അനുഗുണമാകും എന്ന് അവർ കരുതുന്ന ഘടകങ്ങൾ എന്താണ്? അരുൺ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് കാര്യങ്ങൾ. LDFന് കൃത്യമായി സ്വാധീനമുള്ള, LDFന് ബൂത്ത് തലത്തിൽ
ശക്തമായ ഒരു പിൻബലമുള്ള മണ്ഡലം തന്നെയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ്. ഷാഫി പറമ്പിൽ നേരത്തെ പറഞ്ഞതും അതാണ്. ഒരു ടാലൻ്റായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ PK ബിജു 2009 എങ്ങനെയാണോ വന്നത്, PK ബിജുവിനുണ്ടായിരുന്ന ഒരു വ്യക്തിപ്രഭാവം 2009-ലും 2014-ലും ഉണ്ടായിരുന്നത് നേരെ തിരിച്ച് ഇത്തവണ അത് രമ്യ ഹരിദാസിന് ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. PK ബിജു SFIയുടെ സംഘടനാ തലത്തിലൂടെ വളർന്നു വന്ന SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഒരു യുവ MP ഒരു യുവ താരം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെ ഇവിടുത്തെ ഒരു കർഷക ജനത, കൃത്യമായി കർഷകർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ചയാണ് 2009 കണ്ടത്. ആ 2009 അദ്ദേഹം പിന്നീട് 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമായി 2014-ലും അത്തരത്തിൽ തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ രമ്യ ഹരിദാസിനെ UDF അവതരിപ്പിച്ചപ്പോഴും ഈ മണ്ഡലത്തിൽ കാണുന്നത്. രമ്യ ഹരിദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ, ഒപ്പം മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ മണ്ഡലത്തിൽ എത്തിക്കാൻ UDFന് സാധിച്ചു. ഇതാണ് മണ്ഡലത്തിന്റെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഷബീർ PM അവിടെ നിന്നൊരു ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുന്നത്.